എൻ്റെ പേര് ഷൈനി. ഞാൻ വരടെ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ കഴിഞ്ഞ കൊല്ലം ജൂൺ 9-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല തലവേദനയും തലകറക്കവും ഫിക്സിൻ്റെ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ജോലിക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. മെഡിസിൻ കഴിച്ചിട്ടും കുറവില്ല എന്നുള്ളൊരവസ്ഥയായി. അങ്ങനെ ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് ഞരമ്പിൻ്റെ പ്രവർത്തനങ്ങൾ കുറഞ്ഞു വരികയാണ്, ഓർമ്മശക്തി കുറയാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരത്തെ ഒരു യൂട്യൂബ് ചാനലിലെ കൃപാസനത്തിൻ്റെ വീഡിയോ അയച്ചു തന്നു എനിക്ക്. അത് ഞാൻ കാണുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അതിനുശേഷം അടുത്ത മാസം വരുന്നതിന് മുമ്പായിട്ട് എനിക്ക് മെഡിസിൻ്റെ ക്ഷീണം കൊണ്ട് പിറ്റേ ദിവസം വരാൻ പറ്റുമോ, ഉറക്കത്തിൽ പെട്ടുപോകുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. ആ സമയത്ത് പുലർച്ചെ ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു സിസ്റ്റർ വന്നിട്ട് ഞാൻ സിസ്റ്റർ ഗ്രേസാണ്, നമുക്ക് പോകണ്ടേ എന്ന് ചോദിക്കുന്നു. ഞാൻ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ സമയം 3 മണിയായി, എനിക്ക് പോകേണ്ട സമയമായി. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഗ്രേസ് എന്ന് പറഞ്ഞ സിസ്റ്റർ എൻ്റെ കൃപാസന മാതാവ് തന്നെയാണ് എൻ്റെ അടുത്തേക്ക് വന്ന് എന്നെ വിളിച്ചതെന്ന്. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും പത്രങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഫലമായി അടുത്ത മാസം ഞാൻ ഡോക്ടറെ വീണ്ടും ചെന്ന് കാണുകയും വീണ്ടും സ്കാനിങ് കാര്യങ്ങളും ചെയ്തു. അപ്പോൾ നോക്കിയപ്പോൾ ഞരമ്പിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ശരിയായി തുടങ്ങി, മരുന്നുകളെല്ലാം കുറച്ചു. അങ്ങനെ എനിക്ക് ഇപ്പോൾ അപസ്മാരമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഒരു 2 മാസം മുമ്പ് എനിക്ക് വീണ്ടും വയറുവേദനയൊക്കെ ഉണ്ടായി. ഭക്ഷണം കഴിച്ചാൽ ഇപ്പോൾ വയറുവേദനയൊക്കെ ആയിരുന്നു, തീരെ പറ്റില്ല എന്നുള്ള അവസ്ഥയൊക്കെയായി. അപ്പോൾ എനിക്ക് ആദ്യമേ തന്നെ ഒരു 3 സർജറി കഴിഞ്ഞിട്ടുണ്ട് വയറിൻ്റെ. അപ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അവർ പറഞ്ഞു യൂട്രസിൽ ചെറിയ തടുപ്പുണ്ട്, ചിലപ്പോൾ ഒരു സർജറി വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ വിഷമമായി. ഇനിയും കത്തി വെച്ച് മുറിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റാവുന്നതല്ല, അത്രയും വിഷമത്തിലായിരുന്നു ഞാൻ. അങ്ങനെ മാതാവിനോട് ഞാൻ പറഞ്ഞു ഇനിയൊരു കത്തി വയ്ക്കാനിടയാകരുത് മാതാവേ, എന്നെ കാത്തോളണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഫലമായി വീണ്ടും ടെസ്റ്റുകൾ നടത്തി. അപ്പോൾ ആ തടിപ്പ് അവിടെ പിന്നെ കാണാനില്ല എന്നുള്ളതായി. അമ്മ മാതാവിന് 1000 നന്ദി പറയാണ്. അതുപോലെ തന്നെ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സമയത്ത് എനിക്ക് ഡ്രൈവിംഗ് വലിയ കാര്യമായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ കാല് കുത്തുമായിരുന്നു. അപ്പോൾ ആ മാഷ് പറയുമായിരുന്നു എനിക്ക് ടെസ്റ്റ് കിട്ടാൻ പാടാണെന്നൊക്കെ പറയുമായിരുന്നു. ആ സമയത്ത് എനിക്ക് ഞാൻ ഉടമ്പടി തൈലവും അതുപോലെ കാശുരൂപം കൊണ്ടുപോയിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തുള്ള ഒരു കുട്ടിക്കും ഈ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു, ഓടിക്കാൻ ബുദ്ധിമുട്ടാണ്, ടെസ്റ്റ് പാസ്സാവും എന്നുള്ള പേടി. അപ്പോൾ അവൾക്കും ഞാൻ ഈ ഉടമ്പടി തൈലും കാശുരൂപം കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഈ ഉടമ്പടി തൈലൊക്കെ പുരട്ടി ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല, 2 പേരും ടെസ്റ്റിൽ പാസ്സായി. പിന്നെ പ്രേക്ഷിത വരാമെന്ന് പറയണത് ഞാൻ പൊതിച്ചോറ് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു, പത്രങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു, പിന്നെ ഡ്രസ്സില്ലാത്തവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനെ 1000 നന്ദി പറയുന്നു.